2021 ഡിജിറ്റൽ പേയ്മെന്റ് ഫ്രോഡ് 551 കോടിയായിരുന്നു. 2025 22,931 കോടി, അതായത് 40 ഇരട്ടിയിലധികം കോടി. ആർ ബി പറയുന്നത് ഫ്രോഡ്സ്റ്റേഴ്സ് ഇൻസ്റ്റന്റ് പേയ്മെന്റ് അഡ്വാൻറ്റേജ് എടുക്കുക എന്നാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആർ ബി 3 പ്രൊപ്പോസൽസ് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രൊപ്പോസൽ 1 hour ഡിലേ, അതായത് 10,000 രൂപയുടെ മേലെയുള്ള ഏതൊരു അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ, UPI, IMPS, നെറ്റ് ബാങ്കിങ് എല്ലാം 1 മണിക്കൂറത്തേക്ക് ഹോൾഡ് ചെയ്യും. അപ്പൊ ഇവിടെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യും, പക്ഷെ റെസിപ്റ്റിന് 1 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ ലഭിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ മെർച്ചന്റ് പേയ്മെന്റ്സ്, ഓട്ടോ പേ, അതുപോലെ NSCH ഒന്നും ഇത് ബാധിക്കില്ല. അതിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ട്രസ്റ്റഡ് പേഴ്സണെ വൈറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ പണം ലഭിക്കുന്നതായിരിക്കും. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പ്രൊപ്പോസൽ വരുന്നത് കിൽ സ്വിച്ച് ആണ്. ഇപ്പം ഒരു ബട്ടൺ നിങ്ങളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നുള്ള എല്ലാ ഡിജിറ്റൽ പേയ്മെന്റ്സും ഇൻസ്റ്റന്റ്ലി ഇവിടെ സ്റ്റോപ്പ് ആവും. UPI, കാർഡ്സ്, നെറ്റ് ബാങ്കിങ് എല്ലാം. അപ്പൊ ഇത് സിംഗപ്പൂരൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം എപ്പോൾ ടേൺ ഓൺ ചെയ്യണം, അതൊരു ടേൺ ഓഫ് ചെയ്യണം എന്നുള്ള കാര്യം. ഇനി മൂന്നാമത്തെ പ്രൊപ്പോസൽ ഇവിടെ വരുന്ന ട്രസ്റ്റഡ് പേഴ്സൺസ് ഫോർ സീനിയേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ 70 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ ഡിസേബിൾഡ് പേഴ്സണ് 50,000 മേലെയുള്ള ട്രാൻസ്ഫറിന് ഒരു ട്രസ്റ്റഡ് പേഴ്സന്റെ അപ്രൂവൽ വേണം. കാരണം NCRP ഡേറ്റ പറയുന്നത് ഫ്രോഡ് വാല്യൂവിന്റെ 92% ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ആണ് സംഭവിക്കുന്നതെന്നാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഡിബേറ്റ് ഉണ്ട്. UPIയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആയിരുന്നു. ഇപ്പം 1 മണിക്കൂറത്തെ ഡിലേ വരുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു അർജന്റ് പേയ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? അപ്പൊ RBI തന്നെ ഇത് അക്നോളജ് ചെയ്തിട്ടുണ്ട്, ഇത് ഇൻസ്റ്റന്റ് പേയ്മെന്റ് കോർ പ്രിൻസിപ്പളിനെ ഒപ്പോസ് ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പം നിലവിൽ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഇതൊരു പ്രൊപ്പോസൽ മാത്രമാണ്. RBIയുടെ കണക്ട് ടു റെഗുലേറ്റ് പോർട്ടൽ മെയ് 8 തീയതി വരെ നമുക്ക് പബ്ലിക് ഫീഡ്ബാക്ക് നൽകാവുന്നതാണ്. അപ്പൊ ഫൈനൽ റൂൾസ് പിന്നീടാവും വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു 1 hour ഡിലേ നല്ലൊരു ഐഡിയ ആയിരിക്കുമോ? താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം.